ഓണം സീരീസിൽ രണ്ടാമത്തെ വിഭവം സദ്യയ്ക്ക് വിളമ്പുന്ന പരിപ്പ് കറിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം. പരിപ്പ് കറി സാധാരണ രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഒന്ന് ചെറുപയർ പരിപ്പ് വെച്ചിട്ട് കട്ടിപ്പരിപ്പ്, പിന്നെ ചെറുപയർ വെച്ചിട്ട് ട്രിവാൻഡ്രം സ്റ്റൈലിലും. ഇന്ന് നമുക്ക് ചെറുപയർ വെച്ചിട്ടുള്ള പരിപ്പ് കറിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് ചെറുപയർ എടുത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതൊരു ഇടികല്ലിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിയണ്ട, രണ്ടായിട്ട് പിളർത്തിയെടുത്താൽ മതി. ഇത് നമുക്ക് മിക്സിയിലിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതൊരു മുറത്തിലേക്ക് ഇട്ട് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പാറ്റി കളഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കൽച്ചട്ടിയിലേക്കിട്ട് 2 കപ്പ് വെള്ളം ചേർക്കണം. 1 കപ്പ് ചെറുപയറാണ് നമ്മളെടുത്തത്. ഒരു കപ്പ് ചെറുപയറിന് 2 കപ്പ് വെള്ളവും ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കണം. ഇനി നമുക്ക് അരപ്പിനായിട്ട് 1 കപ്പ് തേങ്ങ, ഒരു 1/4 സ്പൂൺ ജീരകം, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 3 നല്ല എരിവുള്ള പച്ചമുളകാണ്, ഒരു 3 പച്ചമുളക്, ഇതും ചേർത്ത് പാകത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഇത് നമ്മൾ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഈ ചെറുപയർ പരിപ്പ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഈ അരപ്പും ചേർത്ത് പാകത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് തിള വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയും നല്ല ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സദ്യയ്ക്ക് വിളമ്പുന്ന പരിപ്പ് കറി റെഡിയാണ്.